I would choose my teacher first, for it was the teacher who introduced me to God. Let's honor our teachers with a small token of love. I now request Reena Gobi to come on the stage and to honor Remini teacher. Sajit and Subesha to honor Rohin teacher. I request Sujit to be on the stage to honor Mohin teacher. I request all the audience to give a loud round of applause. Neena Gobi and Srijai to honor Gauri teacher. Nisha and Sheena to honor Vasanta Kumari teacher. Reshma and Sana to honor Vimala teacher. Seidadal and Girish to honor Kusumam teacher. Rehna and Sarita to honor Sushila teacher. Krishna Kumar to honor Prahladan sir. Sandhya and Ima to honor Rajani teacher. Shreyas and Anil Kumar to honor Niti teacher. Reena Sajeevan and Sindhu A to honor Daisy teacher. Anita teacher. Shiji and Banazar to honor Vasa teacher. Sangeeta to honor Jayashree teacher. Tina Sonich to honor Rajita teacher. Sheena to honor Meera teacher. Rajmohan to honor Ladika teacher. Deepak and Girish to honor Kasturi teacher. Nisha to honor Tara teacher. To present a small token of our appreciation to them, I would like to call Sarita to hand over a small token of love for Dharma Chechi.
now to hand over a small token of love to Rukmani Chechi. She now to hand over a small token of love to Pushpa Chechi. I would also like to present a small love from all our friends to the outstanding performance shown by our batchmates. I would like to invite Remini teacher to hand over a memento to Mini Sial. She has done her outstanding performance in the field of education. Vasanta Kumari teacher to hand over a memento to Sangeeta. She has done her outstanding performance in the field of medicine. I would like to invite our teachers to express their feelings in this moment. നമ്മുടെ മുഖ്യ അതിഥി അന്നത്തെ SNDNC ട്രസ്റ്റ് സെക്രട്ടറി സർങ്ങാധരൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അവരുടെ കുടുംബങ്ങളെ, ബെറ്റർ ഹാഫ് ആൻഡ് ദെയർ ലിറ്റിൽ ചിൽഡ്രൻ ആൻഡ് മൈ കൊളീഗ്സ്, വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. റീന ഗോപി ആദ്യമായിട്ട് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് അന്ന് തൊട്ട് എനിക്ക് എന്തോ അറിയില്ല, ഞാൻ എന്തോ ഒരു ഓർമ്മയുടെ മേടുകൾ ഇങ്ങനെ മറക്കായിരുന്നു. എന്നും SN വിദ്യാഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞ പോലെ എമിനന്റ് CBSE സ്കൂൾസിൻ്റെ ഫ്രണ്ട് നിരയിൽ തന്നെയാണ്, ഒരു സംശയമില്ല. അതിൻ്റെ ഓരോ വളർച്ചയും അതിൻ്റെ ഓരോ നേട്ടങ്ങളും പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേൾക്കുകയും സന്തോഷിക്കുകയും അറിയാവുന്ന തരത്തിൽ ഞാൻ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു മണ്ഡലത്തിൻ്റെ ഉള്ളിൽ അത് പ്രചരിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു കാര്യം പറയട്ടെ, വളരെ ഇപ്പോൾ ഞങ്ങളാണോ ഫസ്റ്റ് ബാച്ച് എന്ന് സംശയം ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ആർക്കാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടായതെന്ന് സങ്കടം തോന്നി അത് കേട്ടപ്പോൾ. കാരണം ഞാൻ 3 or 4 വർഷമേ SN വിദ്യാഭവനിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ അവസാന കാലഘട്ടത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ അതിൻ്റെ ഒരു HM ഇൻ ചാർജ് എന്നുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുത്തതാ. അതിൻ്റെ കഥയൊന്നും ഞാൻ പറയണില്ല. കാരണം SN വിദ്യാഭവൻ എന്ന് പറഞ്ഞാൽ രമണി ടീച്ചർ, മോഹൻ ടീച്ചർ, രോഹിണി ടീച്ചർ, അവരെന്ന് പറഞ്ഞാൽ SN വിദ്യാഭവൻ, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്നലെ വന്ന എൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഒരു ചാർജ് കിട്ടിയത്. അപ്പൊ അവരുടെയൊക്കെ നല്ല സഹകരണം ഉണ്ടാകുന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ആ ചാർജ് ഒരു വെല്ലുവിളിയായി, അത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാണ്ടായ കാരണമൊന്നും ഞാനിപ്പോൾ പറയണില്ല. എന്തായാലും അത് ഏറ്റെടുത്തു. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഓരോ PTA മീറ്റിംഗ് കൂടുമ്പോഴും ഞാൻ പറയുമായിരുന്നു 1 കിലോ വീതം ഞാൻ കുറയാന്ന്. ഇപ്പൊ സെക്രട്ടറി പറഞ്ഞു വാതിലടച്ചിട്ടിരിക്കണം തോന്നി. കാരണം ഞാനല്ലേ എൻ്റെ ചാർജ്, അവരൊക്കെ ഇവിടെ ഉണ്ട്, അവരോട് ചോദിക്കണത് വേറെ. പക്ഷെ എനിക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു ഓരോ PTA മീറ്റിംഗ് കഴിയുമ്പോഴും. അന്ന് അംഗീകാരമില്ലാത്ത സ്കൂളുകളെ ചാർജ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വാഹനം വരുമ്പോൾ ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് എത്തിച്ചു നോക്കും, പോലീസാണോ പറഞ്ഞതെന്ന്, എന്താ ഉണ്ടാവുകയെന്നറിയില്ല. അങ്ങനത്തെ ഒരു നിർണായക ഘട്ടമായിരുന്നു അത്. അങ്ങനെ കുട്ടികളെ കൊണ്ടുപോകാൻ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ കൊണ്ടുപോകാനുള്ള പലരും എവിടേക്കാ പോണേന്നൊന്നും പറഞ്ഞില്ല. അവരെ ഞാൻ കുറ്റം പറയണില്ല. ഏതൊരു രക്ഷിതാവാണെങ്കിലും ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് രക്ഷിതാക്കളെ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു. എന്ത് വന്നാലും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശമില്ല, കാരണം വലിയ വലിയ ചാർജുകളൊക്കെയാണ് ഓരോ സ്കൂളുകാർ ചോദിക്കണേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ 91 സ്കൂളുകളിലെ 10th നിൽക്കണേ അന്നും ഈ 91 സ്കൂളുകളുടെ ലിസ്റ്റിൽ ഷെഡിൽ പ്രവർത്തിക്കുന്നതും ചായപ്പീടിയുടെ ഓലായിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഈ 91 അംഗീകാരത്തിലുണ്ടായിരുന്നു. പക്ഷെ ഈ 91 സ്കൂളിന്റെ അംഗീകാരം പിൻവലിച്ചതിൽ എല്ലാം കൊണ്ടും അംഗീകാരം കൊടുക്കാൻ യോഗ്യതയുള്ള സ്കൂളായിരുന്നു SN വിദ്യാഭവൻ. എന്നിട്ടും അന്നത്തെ ഗവൺമെന്റിന്റെ പോളിസിക്കനുസരിച്ച് അവരത് ചെയ്തില്ല. പോട്ടെ, അവസാനം ഈ 91 സ്കൂളുകളിൽപ്പെട്ട കുട്ടികളെ ഏത് സ്കൂളുകാരും TC കൂടാതെ എടുക്കണം എന്നുള്ള ഒരു ഓർഡർ ഗവൺമെന്റ് ഇട്ടു. അതിന്റെ പേരിലാണ് കുറെ പേര് ഇവിടെ നിന്ന് പോയത്. അങ്ങനെ സെക്രട്ടറി പറഞ്ഞ പോലെ കുറച്ച് ശേഷിച്ച കുട്ടികളെയും വെച്ച് ഇവർക്കൊക്കെ TC എഴുതി കൊടുക്കേണ്ട ദുർഗതി എനിക്ക് വന്നു. അവരല്ല കരഞ്ഞിരുന്നത്, സത്യത്തോടെ പറയാ, ഓരോ TC എഴുതുമ്പോഴും ഞാൻ കരയായിരുന്നു. ഞങ്ങളുടെ നല്ല മക്കള് ഞങ്ങളെ വിട്ടു പോണത് ഓർത്തിട്ട്. അങ്ങനെ ശേഷിച്ച അത്രയും കുട്ടികളെ വെച്ച്
ചാർജ് എനിക്കാണെങ്കിൽ അധ്യാപകരുടെ പൂർണ്ണ സഹകരണത്തോടെ എനിക്ക് ഒരു വിഷമവും ആ സീനിയർ ടീച്ചേഴ്സിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടായ ശ്രമത്തോടെ പ്രൈവറ്റ് ഓവറേജ് കാൻഡിഡേറ്റ്സ്, വിമല ടീച്ചറൊക്കെ അതിൽ കുറെ ശ്രമിച്ചിട്ടുള്ള പ്രൈവറ്റ് ഓവറേജ് കാൻഡിഡേറ്റ്സിനെ എങ്ങനെ പരീക്ഷ എഴുതിക്കോ ആ ഒരു നിയമത്തിന്റെ മറയിലാണ് ആ 41 കുട്ടികളോ മറ്റോ അവരെ ചാമക്കാല സെന്ററായിട്ട് അവിടെ കൊണ്ട് പരീക്ഷ എഴുതിച്ചത്. അങ്ങനെ നല്ല വിജയം. 2 പേരൊഴിച്ച് 2 പേര് സെക്കൻഡ് ക്ലാസ്സിൽ പോയുള്ളൂ, ബാക്കി എല്ലാവരും നല്ല. അപ്പൊ എങ്ങനെ ആ ഒരു ബാച്ചിനെ ആ തരത്തിൽ എത്തിച്ചു എന്നുള്ളത് എൻ്റെ വലിയൊരു അനുഭവമാണ്. അതുപോലെ ഇംഗ്ലീഷ് ഇപ്പൊ ഒരു വലിയ പ്രശ്നമാണ്. ഇംഗ്ലീഷിനെ ഡെവലപ്പ് ചെയ്യാൻ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പിന്നാലെയാണ് ഇപ്പൊ കുട്ടികളുടെ പോക്ക്. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ എങ്ങനെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കാം, അതൊക്കെ SN വിദ്യാഭവനിലെ ഒരു അനുഭവം തന്നെയാണ്. ഒരു ടീച്ചർ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്, ഒരു ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാവണം, എങ്ങനെ ആവരുത്, PTA എന്തുമാത്രം സ്കൂളിന്റെ ഡെവലപ്മെന്റ്സിൽ പങ്കാളികളാവാൻ പറ്റും, ഇത് എല്ലാം അനുഭവത്തിലൂടെ അറിയാൻ SN വിദ്യാഭവനിലെ ഈ 4 വർഷത്തെ അധ്യാപന ജീവിതം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. എന്തായാലും ആ ഫസ്റ്റ് ബാച്ചിനെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടി മാനേജ്മെന്റ് എടുത്ത ആ ഒരു യത്നം അത് വളരെ ശ്ലാഘനീയമാണ്. സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടിയിരുന്നു. ഈ സമയത്ത് ഞാൻ പ്രസിഡന്റ് നാരായണൻ സാറിനെ കൂടി ഓർക്കുകയാണ്. മറ്റാരെയും എനിക്ക് അങ്ങോട്ട് നേരിട്ട് പറ്റില്ല. പിന്നെ ശിവരാമൻ സാർ, ഇവരെ 3 പേര് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് മറക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ നല്ലൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മക്കളെ, നിങ്ങളാണ് എന്നെ സംബന്ധിച്ച് SLC കഴിഞ്ഞു പോയ ഫസ്റ്റ് ബാച്ച്. ആ ഒരു എന്നും നിങ്ങളെ കുറിച്ചുള്ള നല്ല, ഞാൻ അന്ന് തൊട്ട് ആരായിരുന്നു ഫസ്റ്റ് ബാച്ചിൽ, പിന്നത്തെ ബാച്ചിൽ ഫസ്റ്റ് ബാച്ച് റീന ഗോപിയുടെ സെക്കൻഡ് ബാച്ച്, അപ്പൊ റീന ഗോപിയുടെ ബാച്ചിലുള്ളവരാരൊക്കെ, ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നവരാരൊക്കെ, ഇതെല്ലാം ഞാൻ അയവേറൊക്കെ നിങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ ഇന്ന ആളാണോ എന്ന് ഞാൻ സസൂക്ഷ്മം, ചിലരെ മാത്രം എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നല്ലൊരു നിങ്ങൾ ഇങ്ങനൊരു അവസരം തന്നതിൽ അധികം സന്തോഷമുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒന്നിച്ച് കാണാൻ സാധിച്ചാൽ വളരെ അപൂർവമായിട്ടുള്ള പേരെ മാത്രമേ എനിക്ക് കണക്ഷൻ കിട്ടാറുള്ളൂ. ബാക്കി കുറേ പേരെയൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടത്. അതിലുപരി എൻ്റെ സഹപ്രവർത്തകരെ ആരും വലിയ അന്നൊന്നും വലിയ ഫോണൊന്നും എല്ലായിടത്തും ഇപ്പം മിനിറ്റ് ഫോണും മൊബൈലും എല്ലാവരുടെയും ഉണ്ട്. അപ്പൊ കുറെ കാലമായിട്ട് ഞങ്ങൾ തമ്മിലും എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ രമണി ടീച്ചറെ ഇവരെയൊക്കെ കാണാൻ അവസരം, കുറച്ച് പേരെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട്. ഈ സ്കൂളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ജോലി ചെയ്യുന്നവരെ അല്ലാത്തവരൊന്നും കാണാൻ അവസരം കിട്ടാറില്ല. അപ്പൊ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഒന്നിച്ച് കാണാനൊരവസരം കിട്ടി. നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കാണാൻ, നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ മാറി നിന്ന് നിങ്ങളെല്ലാവരെയും കൺകുളിർക്കെ ഒറ്റ നോട്ടത്തിൽ വീക്ഷിക്കുകയായിരുന്നു. ആ ഒരു സന്തോഷം അവിടുന്ന് പോയതിനു ശേഷം ഇന്നും ഞാൻ അധ്യാപക പരിശീലനം നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ്. അവിടെയൊന്നും ഈ സന്തോഷമൊന്നുമില്ല കുട്ടികളുടെ മുന്നിലുള്ള. പിന്നെ എനിക്ക് കുറച്ച് നല്ല ഓർമ്മ നാട്യ ഫിഷറീസിൽ പഠിപ്പിക്കുമ്പോഴാണ്. എന്തായാലും നിങ്ങൾ തന്നെ നല്ല മാതൃകകളാണ്. എല്ലാ വക സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ശ്രേയസ് പറഞ്ഞതുപോലെ ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ ആരോഗ്യവും സന്ദർഭവും അനുവദിക്കുമെങ്കിൽ മാക്സിമം ട്രൈ ചെയ്ത് ഞങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുന്നതാണ്. അവർക്കും അതന്നെയായിരിക്കും പറയാനുണ്ടാവുക. വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നതിൽ. എല്ലാ മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സർവ്വവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് ടീച്ചർമാർ ഓരോരുത്തരായിട്ട് അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ്. ബഹുമാന്യനായ ഇന്നത്തെ പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തിയ ശ്രേയസ്, ഈ ഫംഗ്ഷന്റെ മുഖ്യാതിഥിയായിട്ടുള്ള ശ്രീ TV ശാരംഗാധരൻ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, എൻ്റെ കൂടെ ദീർഘകാലം പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരെ, ഞങ്ങൾക്ക് SN വിദ്യാഭവനിൽ ആദ്യത്തെ 2 ബാച്ചിൽ ജോലി ചെയ്തിരുന്നവർക്ക് ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം നിങ്ങളാണ് ഉണ്ടാക്കി തന്നത്. അതിന് നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞങ്ങൾ വിവിധ മേഖലകളിലേക്ക് സ്കാറ്റർ ചെയ്തു പോയവരാണ്. കുറെ പേരൊക്കെ SN വിദ്യാഭവനിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. ഞങ്ങൾ കുറെ പേർ പുതിയ ബാച്ചിൽ സ്ഥലങ്ങൾ നോക്കി ഗവൺമെന്റ് സർവീസുകളിലേക്ക് പോയി. ഞാൻ മോഹിനി ടീച്ചർ, വസന്തകുമാരി ടീച്ചർ, നിറ്റി ടീച്ചർ, പിന്നെ നമ്മുടെ ഗൗരി ടീച്ചർ, രജനി ടീച്ചർ, അങ്ങനെ കുറച്ച് പേര്, വേറൊരു വസന്തകുമാരി ടീച്ചർ ഉണ്ടായിരുന്നു, അങ്ങനെ ഉഷാദേവി ടീച്ചർ, അങ്ങനെ മോഹിനി ടീച്ചർ. ഞങ്ങൾ കുറച്ച് PSC സർക്കാർ സർവീസിൽ കയറുക എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണെന്നതുകൊണ്ട് തന്നെയാണ് SN വിദ്യാഭവൻ മോശമായതുകൊണ്ടല്ല പോയത്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായ രീതിയിലുള്ള
ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ എന്നും എവിടെ പോയി ജോലി ചെയ്താലും SN വിദ്യാഭവനെ മറക്കാൻ കഴിയില്ല. ഞങ്ങളെ അധ്യാപകരാക്കിയത്, ഒരു അധ്യാപിക ഒരു ക്ലാസ്സിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ കുട്ടികളോട് ഇടപെടണം, രക്ഷിതാവിനോട് എങ്ങനെ ഇടപെടണം, അതല്ലെങ്കിൽ മേലധികാരിയോട് എങ്ങനെയായിരിക്കണമെന്ന് നല്ല ഉൾക്കാഴ്ചയോടുകൂടി ഒരു പഠനം തന്നെ തന്നിട്ടാണ് SN വിദ്യാഭവൻ ഞങ്ങളെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതിന് ഞങ്ങൾ SN വിദ്യാഭവന്റെ നേതൃത്വ നിരയോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഒരു സർക്കാർ സർവീസിൽ പ്രവേശിച്ച് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ആണെങ്കിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഉയരങ്ങളിലേക്ക് എത്താൻ, ജനപ്രതിനിധി ഒന്നും വലിയ ഉയരമുള്ള കാര്യമില്ല കേട്ടോ, എന്നാലും കുറെ ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക്, എല്ലാവരുടെ ആശയങ്ങളെയും സ്വാംശീകരിക്കത്തക്ക രീതിയിലേക്ക്, ഒരു ഫംഗ്ഷനിൽ നിന്ന് 4 വാക്ക് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, പരസ്പര സ്നേഹത്തിന്റെയും മഹത്തരമായ ജീവിത നിലവാരത്തിന്റെയും ഒക്കെ ഉൾക്കാഴ്ചകൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് തന്നെ SN വിദ്യാഭവനിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ വിദ്യാർത്ഥികളോട് അന്ന് ഗൗരി ടീച്ചർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കാണ്. ഞാൻ അന്ന് LP വിഭാഗത്തിന്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അപ്പോ ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ, ഞാൻ അവിടെ 10 വർഷം വർക്ക് ചെയ്തതാണ് SN വിദ്യാഭവനിൽ. അപ്പോ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾക്ക് ഭയങ്കര ബേജാറായിരുന്നു. പക്ഷേ കുറെ രക്ഷിതാക്കൾ നമ്മുടെ കൂടെ നിൽക്കുകയും അവരുടെ ധൈര്യം നമുക്ക് തരുകയും ചെയ്തു. അങ്ങനെയാണ് ചാമക്കാല സ്കൂളിലെ മൂസമാഷായിരുന്നു ഹെഡ് മാഷ്. കുട്ടികളെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും, പരീക്ഷ കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരും, വീണ്ടും പിറ്റേ ദിവസം കൊണ്ടുപോകും. അത്തരത്തിലുള്ള ഒരു നല്ല ഒരു പ്രയത്നം തന്നെ നടത്തിയാണ് ആ ബാച്ചിലെ കുട്ടികളെ അവിടെ പരീക്ഷ എഴുതിച്ചത്. അതുകൊണ്ട് നമുക്കറിയാം, എനിക്ക് ജനീലിനൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ജനീലൊക്കെ പറയുമ്പോ രോഹിണിക്കൊക്കെ അറിയാം, ജനീലൊക്കെ ഭയങ്കര കുസൃതിയായിരുന്നു. രോഹിണി ഭയങ്കര എന്താ പറയാ, നല്ല ശിക്ഷ കൊടുക്കാറുണ്ട് ജനീലിന്. ഞാൻ ചെന്നിട്ട് ജനീലിനെ ശിക്ഷയിൽ ഇളവ് ചെയ്യാനൊക്കെ രോഹിണിയോട് പറയും, വെയിലത്തൊക്കെ നിർത്തും. കാരണം അത്ര കുസൃതിയായിരുന്നു. അങ്ങനെ കുസൃതി കുരുന്നുകളായ നിങ്ങളുടെ കുടുംബാംഗങ്ങള് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് വയസ്സായിരുന്നു തോന്നുന്നത്. നിങ്ങൾ നല്ല പ്രാപ്തരായിരിക്കുന്നു. കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അനൂപിനെ സംഘടിപ്പിക്കാൻ, ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ മക്കൾ വളർന്നല്ലോ എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ എന്ന് ഇത്തരം കൂടിച്ചേരൽ നടക്കുമ്പോഴും ഞങ്ങളെ ഒന്നറിയിച്ചാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ കൂടെ എത്താനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കും, കൂടെയുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരെ എല്ലാം കണ്ട സന്തോഷ നിമിഷങ്ങൾ അയവിറക്കിക്കൊണ്ട് ഇനിയും ഇത്തരം അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. നിൽക്കുമ്പോൾ സത്യത്തില് വരാൻ തന്നെ ഭയമായിരുന്നു ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ. കാരണം ഫസ്റ്റ് SSLC ബാച്ച് എന്ന് പറഞ്ഞാൽ അവരെന്നെ ഓർക്കുന്നത് വെള്ളിയാഴ്ചകളെ. കാരണം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് മലയാളം പരീക്ഷ ഉണ്ടാവും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, പേപ്പർ നോക്കി കൊടുത്തിരിക്കും. അത് പിന്നെ അതിനേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കുട്ടി ആബ്സെന്റ് ആവുക അല്ലെ വേറെ ഏതെങ്കിലും രീതി നോക്കി എഴുതുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ പെടുകയും തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഏറ്റവും ഭയാനകമായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്ന എന്നെ ക്രൂരയായിട്ടൊക്കെ നിങ്ങൾ ചിത്രീകരിക്കുമെന്നൊക്കെ വിഷമിക്കുന്നുണ്ട്. അതിനെ ഞാൻ പറഞ്ഞ വരാൻ പോലും എനിക്ക് പേടിയായിരുന്നു. കാരണം ആരാണാവോ കല്ലെറിയാൻ പോണേന്ന്. കാരണം ക്രിസ്മസ് വെക്കേഷനും ഓണ വെക്കേഷനും ഇവര് കളിച്ചു കളയുന്ന നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, മലയാളത്തിലെ കുട്ടികൾ കുറച്ച് പുറകിലേക്കാണ്, ടീച്ചർ അതൊന്ന് ശരിയാക്കി തരണം. അപ്പോ ആ ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് കാലെടുത്ത് കുത്തുന്നത്. പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു, ഇവർ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ബാധ്യത അല്ലെങ്കിൽ അത് എൻ്റെ ഒരു കടമയായിട്ട് കണ്ടുകൊണ്ട് ഞാനത് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. പക്ഷെ കുറച്ച് കടുപ്പായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷ അല്ല അത് കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ പാഠഭാഗങ്ങളും ഒന്നിച്ചൊരു പരീക്ഷ. അങ്ങനെയാണ് ഇവരെ SSLCക്ക് പ്രാപ്തയാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇവരെന്ത് ചെയ്തു, ഇവർക്കറിയാം പറഞ്ഞതിന് വിട്ടുവീഴ്ചയില്ല. കുട്ടികള് ഒരു കുട്ടിയോ 2 കുട്ടി ഒഴിച്ച് എല്ലാവരും ആബ്സെന്റ്. അതായത് വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഒറ്റ കുട്ടി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അവസ്ഥ ആലോചിക്കുക. കൊടുത്തു ഞാൻ ധർമ്മരാജയാണോ മാർത്താണ്ഡവർമ്മയാണോ എന്നൊന്നും ഞാൻ ഓർക്കില്ല, 8 അധ്യായം മറ്റോണ് ഒക്കെ എഴുതിക്കൊണ്ടിരാൻ പറഞ്ഞു. ഫോട്ടോസ്റ്റാറ്റ് ഒന്നൊന്നുമില്ല, എല്ലാറ്റിൻ്റെയും കൈയക്ഷരം എനിക്ക് കാണാപ്പാടാണ്. ഏതെങ്കിലും ഒരു കുട്ടി എവിടെയെങ്കിലും ആരെ കൊണ്ടെങ്കിലും എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അതും ഞാൻ കണ്ടുപിടിക്കും. ഇനി എഴുതാൻ പറ്റില്ലേ മക്കളെ വിഷമിക്കണ്ട, നിങ്ങളുടെ രക്ഷാകർത്താക്കളുടെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് എഴുതാൻ പറ്റില്ല അതിൻ്റെ രേഖയായിട്ട് വരിക.
ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് രക്ഷാകർത്താക്കളെ കൊണ്ടുവരും. ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഓരോരുത്തർ പറഞ്ഞെങ്കിലും പിന്നീട് ഇപ്പോൾ അവർ പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് മലയാളം പഠിച്ചു അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്ത് തന്നെയായാലും കുറച്ച് കടുപ്പാണെങ്കിലും ഞാൻ അന്ന് എടുത്ത തീരുമാനം പിന്നീട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ സന്തോഷം ഉണ്ടാക്കി. കാരണം SLC റിസൾട്ട് വരികയാണ്, എല്ലാവരും ഫസ്റ്റ് ബാച്ചാണ്, ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. ഇപ്പം എൻ്റെ വിചാരം കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക്, സാർ പറഞ്ഞ മാതിരി ഏറ്റവും നല്ല വിജയ ശതമാനം. ഞാൻ നോക്കുമ്പോൾ റിസൾട്ട് വന്ന് മാർക്ക് അറിഞ്ഞോടുകൂടി എൻ്റെ ഒരു കുട്ടിക്ക് 57 വിളിച്ച് ബാക്കി എല്ലാത്തിനും ഇപ്പോൾ ഫസ്റ്റ്. എൻ്റെ അമ്മയെ ഞാൻ എന്താണ് 60-ന് മേലെയാണ് എല്ലാവർക്കും മാർക്ക്. എനിക്ക് ഇന്നും ആ സന്തോഷം ഭയങ്കരമാണ്. ഞാൻ ക്ലാസ്സുകളിൽ ഇപ്പോഴും പറയും, ഇപ്പോഴും ഞാനൊരു ടീച്ചർ തന്നെ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോഴും അവരോട് പറയുന്നത് എൻ്റെ ആദ്യത്തെ ബാച്ചിൻ്റെ അനുഭവമാണ്. പിന്നീട് വരുന്ന 2ാം ബാച്ചിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടികളോട് ചോദിക്കും, മക്കളെ നിങ്ങൾക്ക് ആരാവാനാണ് ആശ? അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയും. ആ പറഞ്ഞതിൽ ഏതാണ്ട് ചിലരൊക്കെ അതേ ഫീൽഡിൽ അതേ മേഖലയിൽ തന്നെ എത്തിയിട്ടുണ്ടെന്നുള്ളത് കാണുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. ഈ 2 അനുഭവങ്ങളാണ് SN വിദ്യാഭവൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നെ കാർത്തിയാനി മേഡത്തിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. മേഡം ഞങ്ങളോട് പറയും, അതെ പോത്തായി ചമഞ്ഞാൽ അമറാൻ പഠിക്കണം. അത് ഞങ്ങളിപ്പോഴും ശീലിച്ചു പോരുന്നുണ്ട്. എവിടെയാണോ ചെന്നുപെടുന്നത് ആ സാഹചര്യത്തിന് അനുസൃതമായിട്ട് എങ്ങനെ ഇടപഴകണം, അതേതായാലും ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ തന്നെയാണ് പഠിച്ചത്. ഒരു PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വേദിയിൽ ചെന്ന് എന്തെങ്കിലും പറയണമെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും കുട്ടികളോട് എല്ലാം ഗൗരി ടീച്ചർ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ വിമൽ ടീച്ചർ പറഞ്ഞ മാതിരി 100% ഞങ്ങളാക്കിയത് കുട്ടികളെ നിങ്ങളെപ്പോലെ തന്നെ SN വിദ്യാഭവൻ തന്നെയാണ്. യാതൊരു തർക്കവുമില്ല. നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും ഇതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാനിവിടെ 82-ല് ജോയിൻ ചെയ്ത് 3-ാം ക്ലാസ്സിലാണ് എനിക്ക് ചാർജ് തന്നത്. അന്ന് മുതൽ 7-ാം ക്ലാസ് വരെ ഒരേ കുട്ടികൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതിനനുസരിച്ച് എനിക്കും പ്രൊമോഷൻ കിട്ടി. ഒരു ടീച്ചർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ആ കുട്ടികളുടെ കൂടെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടി. സ്വന്തം മക്കളെ പോലെ അവരെ സ്നേഹിച്ച് ഇന്നും അവരെവിടെ വെച്ച് കണ്ടാലും ആ കാര്യം പറയുകയും ചെയ്യും. ഇപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ആ കുട്ടികളെല്ലാവരും ഇന്ന് നല്ലൊരു നിലയിലെത്തി. എല്ലാവരും ഇത്രയും വലിയൊരു അറേഞ്ച്മെന്റ് എല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം ഓർത്ത് ഇങ്ങനെ ചെയ്ത് കണ്ടതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല ഭാവി ഉണ്ടാവാനും ഞാൻ ഇതോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആദരണീയനായ സെക്രട്ടറി സർ, എൻ്റെ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, എൻ്റെ കൊച്ചുമക്കളെ, ഞാൻ ഈ സ്കൂളിൽ വന്നത് 82 നവംബർ 11-ാം തീയതിയാണ്. അന്ന് എനിക്ക് കിട്ടിയ ക്ലാസ് ചാർജ് 3-ാം ക്ലാസ്സാണ്. പിന്നെ 4-ാം ക്ലാസ്സും ഉണ്ടായിരുന്നു അന്ന്. ഈ 3-ലെയും 4-ലെയും കുട്ടികളാണ് ഇപ്പോൾ ഇരിക്കുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബാച്ച് ഓഫ് SN വിദ്യാഭവൻ. അവർക്ക് ഓരോ വർഷവും പ്രൊമോഷൻ കിട്ടുമ്പോൾ അവരുടെ ഒപ്പം പ്രൊമോഷൻ കിട്ടി. ഞാൻ 10-ാം ക്ലാസ് വരെ എത്തി. 10-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബാച്ച് ചാമക്കാലയിൽ സ്പെഷ്യൽ ഓർഡറിൽ പരീക്ഷ എഴുതിയത് അന്ന് അതിൻ്റെ ക്ലാസ് ചാർജ് എനിക്കായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ സ്ട്രെങ്ത് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രസന്റ് അവിടുത്തെ കിട്ടിയിട്ടുള്ള അവരുടെ മാർക്കും 36 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 4 ഡിസ്റ്റിങ്ഷൻ, 24 ഫസ്റ്റ് ക്ലാസ്, 8 സെക്കൻഡ് ക്ലാസ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം 2 വർഷം കൂടി ഞാൻ അവിടെ തുടർന്നു. പിന്നെ PSC കിട്ടിയപ്പോൾ പോയി. അപ്പോൾ ഈ സന്ദർഭത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷവും അവരെ പഠിപ്പിച്ച അധ്യാപകരെ ഓർത്തു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഭാവിയിലും അവർക്ക് അങ്ങനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാ ശ്രേയസ്സുകളും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. Good evening, everybody. What language to speak? I get confused because when I joined SN Vidya Bhavan at the age of 22, I never knew a word of Malayalam. I remember the first day when I joined in the hostel and traveling in the bus to drop the children to Vadanapur. I remember Minicia and some children, Srija KB and all, used to sit behind with me and teach me the alphabets.
So wherever I go, SN Vidya Bhavan is my cherished profession. The years, 20 years I worked there. And respected secretary, they are all students, their family members, my dear colleagues. A very hearty thanks for this reunion here. And I feel whenever, now I am working as a principal in Abu Dhabi, but I never considered any school very close to my heart as I have considered SN Vidya Bhavan, because I have seen it growing. And if I remember in SN Vidya Bhavan, only the first batch. No other batch comes in my memory. Reena, Seena, Neena, Gopal, first and second batch. These faces I still remember when I got the first call from Reshma in Abu Dhabi. I was really shocked. And then second call from Sujit. And I was so happy. Everybody in the school asked, Madam, what happened today? I thought, I don't know. Whatever I missed, I regained it. So it is something very good. It is, I think, I never got any, I didn't resign properly. That was my mistake. No farewell. But this reunion has given me everything. I think this is the first and the last moment to cherish in my life. And I really indebted to you, all the first and second batch of students, for thinking of us in your good time. And I remember how I mainly talking about Shreyas, because I know every time in elocution his mother used to be tensed and he used to perform very well. Now also you have done very good presidential address. And Subair Shah, how calm and quiet, but I could see him running here and there. So it is good to see all the children working together for a better cause, for the noble cause. And Riyaz, I always see him very silent. Now also he is very silent. So wish you all the best for this future venture. And I assure you that whatever help you want from our teachers' side, we will contribute our best for this noble cause. So wish you all the best, and remember everybody, and let this organization flourish as SN Vidya Bhavan has flourished. My all best wishes to you. And thank you everybody by name for organizing such a good function. Thank you very much. Good evening everybody. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രത്യേകിച്ച് നമ്മുടെ ശരണാധരൻ സാറേ, ഇങ്ങനെ ഒന്ന് കൂടാനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി തന്നതിൽ വളരെ സന്തോഷം. കാരണം ഞാനിപ്പം തരൻസ് സ്കൂൾ ആർനാട്ടർ സ്കൂളിലെ സീനിയർ ടീച്ചറാണ്. അപ്പൊ അവിടെ വന്ന ഓരോ കുട്ടികൾ ഇങ്ങനെ വന്ന് ചോദിക്കും, ടീച്ചറെ അതിന്റെ ഫ്രണ്ട്ഷീറ്റ് ഒന്ന് വേണം കേട്ടോ, ഇന്ന ഇയറിന്റെ എത്രാമത്തെ വർഷത്തിന്റെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത് എടുത്തു കൊടുക്കും. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കും, ദൈവമേ എത്ര 10-11 വർഷം ഈ ചന്ദ്രാപിന്നി സ്കൂളിൽ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു കുട്ടി പോലും ഞങ്ങളെ ഓർക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. തീർച്ചയായിട്ടും ഞാൻ ഈ ഇതിനെ ആദ്യം റീന ഗോപി വിളിച്ചു, അതിനുശേഷം ഓരോരുത്തരായിട്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇങ്ങനെ വിളിച്ചു, ടീച്ചറല്ലേ, ടീച്ചറെ എന്ത് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡ് അറിയാതെ തന്നെ ഇവരോട് വാക്കും കൊടുത്തു, ഞാൻ എന്തായാലും വിളിച്ച സ്ഥിതിക്ക് എത്തും നിങ്ങളുടെ അടുത്ത് തീർച്ച. പക്ഷേ ഹസ്ബൻഡ് രാത്രി വന്നപ്പോ ഞാൻ ഈ സംഭവം ആളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, പോവാതിരിക്കാൻ പറ്റില്ല. ഉടനെ ആള് പറഞ്ഞു, നിന്റെ കാല് രണ്ട് ഞാൻ തല്ലിയൊടിക്കും. വേറെ ഒരു മറുപടി ഇല്ല. ഞാൻ ഉടനെ ചോദിച്ചു, ഇതെന്താ അങ്ങനെ പറയണേ? അതെ, ഞാൻ ഇതിനിടയ്ക്ക് സുഖമില്ലാതെയായിരിക്കാണ്. കഴിഞ്ഞ ഒരു വർഷം ഞാൻ കംപ്ലീറ്റ് റെസ്റ്റിലായിരുന്നു. എൻ്റെ ഡിസ്ക് പ്രോബ്ലം, കുറച്ച് പ്രൊലാപ്സിയിലും പിന്നെ ഡിസ്ക് പൊട്ടല്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഞാൻ കംപ്ലീറ്റ് ട്രാക്ഷനിൽ ഇരിക്കുന്ന ഒരു പേഷ്യൻ്റാണ് ഇപ്പം. പക്ഷേ കുട്ടികളുടെ പ്രാർത്ഥന, നമ്മൾ പണ്ടൊക്കെ അങ്ങനെ ചെയ്തു കൂട്ടിയതിൻ്റെ പുണ്യമായിരിക്കാം, കുട്ടികളെ ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്നു, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ അസുഖത്തിനിടയിൽ ഞാൻ വീണ്ടും ഒരു 2.5 മാസം, കഴിഞ്ഞ വർഷം ജൂൺ 10-ാം തീയതിയാണ്, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം 2010 ഇങ്ങനെ ഈ സംഭവം ഉണ്ടായി. ചെറുതായി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ അങ്ങനെ തിരക്കിട്ട്, സ്കൂളിൽ പോകാൻ ബസ് വരുമ്പോഴേക്കും വേണമല്ലോ അതൊക്കെ, അങ്ങനെ തിരക്കിട്ട് ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു 1/2 ബക്കറ്റ് വെള്ളം എടുത്ത് പൊക്കിയതാണ്, ഇത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ അവിടെ നിന്ന് തുടർന്ന് ഞാൻ ഒരു അമലയുടെ തന്നെ ഇപ്പൊ വളരെ എന്നെ പരിചയമുള്ള ഒരു പേഷ്യൻ്റാണ്. ഇതിനിടയ്ക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ ഇങ്ങനെ ഓർക്കും, ഈ കുട്ടികള് സ്കൂളിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരുപാട് അനുഭവ സമ്പത്തുകളുണ്ട്.
നമ്മുടെ ഗൗരി ടീച്ചർ പറഞ്ഞതുപോലെയും രമണി ടീച്ചർ പറഞ്ഞതുപോലെ ഞാൻ പറയാൻ വെച്ചിരുന്നതൊക്കെ എന്റെ ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങള് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വലിയ ഓർമ്മകളാണ്. ഈ ഓർമ്മകൾ വെച്ച് അപ്പൊ ഈ അറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ വളരെ സന്തോഷമായി. കാരണം എന്നെയും അംഗീകരിക്കുന്ന, എന്നെയും അറിയുന്ന ഒരുപാട് കുട്ടികൾ, ഒരു സമൂഹം എനിക്കുണ്ട്. അപ്പം ഓരോ വേദികളിൽ ഇപ്പൊ എന്നെ പരിചയമുള്ള എല്ലാ കുട്ടികൾക്കും എനിക്കറിയാം, എന്നെ മറക്കില്ല. കാരണം അങ്ങനെയാണ് ഞാൻ എന്റെ കുട്ടികളായിട്ട്, എന്റെ ശിക്ഷകനായിട്ടല്ല ഞാൻ അവരെ കണ്ടിരിക്കുന്നത്, എന്റെ ഫ്രണ്ട്സാണ്. അപ്പൊ ഇത്രയും സന്തോഷമുള്ള ഈ ഇതിന് ഞങ്ങളെ ഈ സ്റ്റേജിൽ എത്തിക്കാനായിട്ട് ഞങ്ങളെ ഒരുപാട് കഷ്ടം നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ചാമക്കാല എഴുതിയ അതേ ബാച്ച് തന്നെയാണ് നിങ്ങൾ, അതിലൊരു സംശയമില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ അതിന്റെ പിന്നിലുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് അറിയാം നിങ്ങളാണ് ഇതിന്റെ ഈ ചുക്കാൻ പിടിച്ച നിങ്ങൾ തന്നെയാണ് ഇതിന് അർഹരായത്. തീർച്ചയായിട്ടും. അപ്പൊ എന്നെ അവിടെ ഇവിടെയൊക്കെ സ്റ്റേജിന്റെ മൂലക്കിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് എന്നെ കണ്ണൂരിട്ടി കാട്ടുണ്ട്, ഈ ടീച്ചർ എന്തെങ്കിലും പെട്ടെന്ന് പൊട്ടിക്കുമെന്ന്. ഒന്നും വേണ്ടണില്ല. നല്ല ടീച്ചർ, നല്ല കുട്ടികൾ കേട്ടോ. അപ്പൊ ഇനി തുടർന്ന് ഞങ്ങളെ നിങ്ങൾ വിളിക്കണം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സന്തോഷം ഞങ്ങള് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തൊക്കെ പറയേണ്ടത്, എങ്ങനെയാണ് നിങ്ങളോട് പ്രകടിപ്പിക്കേണ്ടത് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പം ഒരുപാട് പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളൊക്കെ ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങള് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ടീച്ചർക്ക് എന്ന് പറയാൻ എനിക്ക് അർഹതയില്ല, കാരണം ഞാനൊരു പേഷ്യന്റ് ആണല്ലോ. അപ്പൊ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം. എന്റെ മക്കളുടെ സകല സൗഭാഗ്യങ്ങളും എന്റെ പൊന്നോമന മക്കൾ തന്നെയാണ്, ഒരു സംശയമില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച പണികള് ഞങ്ങളുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ചെന്ന് തുടങ്ങുമ്പോ ഞങ്ങൾക്ക് കല്ലുകടിയാണ് പലയിടത്തും അനുഭവപ്പെടുന്നത്. കാരണം അവര് പറയും ഇതെന്തൊരു വർക്കാ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ സ്കൂളിൽ അതൊന്നും ചെയ്യണ്ട. ഇതിന്റെ ഒക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾക്ക് ഓർത്ത് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കി തന്നത് ഈ ESL വിദ്യാഭവനാണ്. ഞാൻ പെട്ടെന്ന് എന്റെ സ്കൂള് പറയാൻ പോയതാ. അപ്പൊ എല്ലാ ടീച്ചർമാർക്കും അസൂയുണ്ട് ഞങ്ങളുടെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ, കാരണം ഞങ്ങൾ അങ്ങനെയാണ് ഈ സ്കൂളിന്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ അരങ്ങത്തും അണിയറയിലും ഞങ്ങളെ ഇവിടെ ഇത്രയും മനോഹരമായി എത്തിക്കാൻ ശ്രമിച്ച എല്ലാ കുട്ടികളോടും പ്രത്യേകിച്ച് നന്ദി, നമസ്കാരം. വളരെ കുറച്ച് പീരീഡ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു 85 ജോയിൻ ചെയ്തു. പിന്നെ ഒരു 91 PSC കിട്ടി പോയ ഒരു ടീച്ചറാണ്. പക്ഷെ ഇതിനിടയിൽ ഈ കുട്ടികളെ തന്നെയാണ് ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത്. ഞാൻ PSC കിട്ടി ഗവൺമെന്റിൽ ജോയിൻ ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഇവരെ തന്നെയാണ് ആദ്യം ഓർമ്മ വരിക. അവിടെ ഞാൻ കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ക്ലാസ് എടുക്കാനായിട്ട്. പക്ഷെ ഇവിടെ ക്ലാസ് എടുത്തു കൊടുത്താൽ പിറ്റേ ദിവസത്തേക്ക് അവർ റെഡി ആയിട്ട് വരും. അത്രയും നല്ല കുട്ടികളായിരുന്നു ഞാൻ ക്ലാസ് എടുക്കുന്നപ്പോൾ പഠിച്ചിരുന്ന കുട്ടികൾ. സുബേഷ, അമീഷ, അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ എനിക്ക് നല്ല പരിചയമുള്ള കുട്ടികളുണ്ട്. ചിലരെ എനിക്ക് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ എല്ലാ കുട്ടികളും പിറ്റേ ദിവസം വരുമ്പോൾ നല്ല റെഡി ആയിട്ടാണ് വരുന്നത്. നമുക്ക് ക്ലാസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. നേരെ മറിച്ച് ഇപ്പൊ ഞാൻ ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളാണ്, അപ്പൊ അതിന്റെ പരിമിതികളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ഇവരെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങൾ ഉണ്ടായില്ല. അത്രയും ഒരു നല്ലൊരു ബാച്ചായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. പിന്നെ ഗൗരി ടീച്ചറൊക്കെ അപ്പൊ ഉണ്ടായിരുന്നു. എന്നാലും പിള്ളേരെയൊന്നും ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. റീന ഗോപിയുടെ വിളി വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഓരോ ദിവസവും പിന്നെ ഫ്ലാഷ് ബാക്ക് പോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത്രയും നന്നായി അറേഞ്ച് ചെയ്ത് ഇവിടെ ഞങ്ങളെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം പെയിൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുറേ സ്റ്റെപ്പുകൾ ഒരു മുന്നോട്ട് പോയിട്ടുണ്ടാവും. അതിന് എല്ലാവരോടും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സഹപ്രവർത്തകരെ കുറിച്ചും ഇടയ്ക്കിടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്. ഒരു വേദി ഒന്നിച്ച് കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ സന്തോഷം തോന്നുന്നു. ഇത് സംഘടിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. ഇങ്ങനെ ഒരു വേദി വരാനും ഇതിൽ ഉൾക്കൊള്ളാനും എനിക്ക് വളരെ സന്തോഷം. അതാണ് എനിക്ക് എല്ലാവരും കൂടുതൽ തീർപ്പിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും മുൻപ് പ്രസംഗിച്ചവരും പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാൻ ആദരങ്ങളോടെ വാക്കുകളെ പ്രസംഗിക്കും. പ്രിയ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട എൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥികളെ,
വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇത്രമാത്രം ത്യാഗം സഹിച്ചുകൊണ്ട്, ഇത്രമാത്രം ഓർഗനൈസേഷൻ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വേദി വർഷങ്ങൾ കടന്നിട്ട് നിങ്ങൾ ചെയ്തപ്പെടും. സമ്പന്നതയിൽ ചില മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുള്ള തോന്നലുകൾ നമ്മളുണ്ടായപ്പോഴാണ് ഇത്ര നല്ല മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചില്ലേ എന്നൊരു ആ സ്നേഹം, ആ വിശ്വാസം, അതിന് തന്ന കരുത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ദക്ഷിണയാണ്. അതായത് ഇത്രമാത്രം കൂട്ടായ്മ, നിങ്ങളിലുള്ള കൂട്ടായ്മ, സഹകരണം, അതോടൊപ്പം തന്നെ ഗുരുക്കന്മാരെ, അതുപോലെ അതിനെ ചുക്കാൻ പിടിച്ച എല്ലാവരും നമ്മുടെ കൺമുന്നിൽ നിന്ന് അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് മറിഞ്ഞുപോയവരെ കോർത്തുകൊണ്ടും ഉള്ളവരെ അവരെ പ്രത്യേകിച്ച് അംഗീകരിച്ചുകൊണ്ടും നിങ്ങളുടെ ആ കൂട്ടായ്മ അത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. ആ മഹത്വം, ആ മൂല്യബോധം നിങ്ങൾ ഇനിയും ഉണ്ടാകണം. എല്ലാ തരത്തിലും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാളും ഉയർന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ, നിങ്ങൾ ഉയർച്ച എല്ലാ തരത്തിലും ഉണ്ടാകട്ടെ. എല്ലാ ഉയർച്ചയിലും എല്ലാ നന്മയുടെ മൂല്യങ്ങളും നിങ്ങളിൽ ഉണ്ടാകാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ കുറച്ചു കാലം മാത്രം പഠിപ്പിച്ച നിങ്ങളുടെ ടീച്ചർ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ടീച്ചർ. അടുത്ത പരിപാടിയായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ കൊച്ചുമക്കളായിരുന്ന കാലത്ത് സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിച്ചിരുന്ന ഞങ്ങളുടെ 3 ചേച്ചിമാർക്ക് ഞങ്ങളെ ആകുന്ന രീതിയിലുള്ള ഒരു ചെറിയ സ്നേഹം, ആ സ്നേഹം കൈമാറുന്നതിനായിട്ട് ശാരദൻ സാറെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കണം. ഒപ്പം തന്നെ ആദ്യം തന്നെ പുഷ്പ ചേച്ചിയെ ക്ഷണിച്ചോളൂ. അടുത്തതായിട്ട് ധർമ്മ ചേച്ചിയെ ഞങ്ങൾ ക്ഷണിക്കും. അടുത്തതായിട്ട് രുക്മിണി ചേച്ചിയെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കും. May I now request Sangeeta to express our sincere gratitude to all the gatherings. Good evening to all of you. Respected Chief Guest, Mr. T.V. Sharngadaran sir, beloved teachers and dear friends. Today is indeed a joyful occasion for all of us who have been gathered here after a gap of nearly more than 2 decades. It brings so many nostalgic memories to our mind. The memories of childhood days, joy, innocence and friendship. The job which has been entrusted to me is to give the vote of thanks, and I would like to get into that without further ado in the best interest of time. I would like to thank Sri Sharngadaran sir, who has been kind enough to grace this occasion. Thank you sir, thank you so much. I would also like to thank Mr. K.V. Subramanian and Mr. K.G. Ashokan, President and Secretary of the present SNEMC Trust Committee, who both of them are unfortunately not here, but still for their blessings for this occasion, I would like to thank them. And most of all, I would like to thank my beloved teachers who are gathered here, who made this occasion memorable to last a lifetime for all of us. Thank you teachers, you molded our lives, molded our careers and whatnot. I cannot express words to express my gratitude to all of you. I would also like to thank our 3 chechis, Pushpa Chechi, Dharmada Chechi and Rukmini Chechi, who gave us unconditional love and affection during our childhood years, especially our nursery and primary school days. We can never forget them. Also, I would like to take this opportunity to say something. It was mentioned that
during the presidential address, Shreyas had forgotten to mention our beloved headmistress, late Katyayani ma'am. It was just a slip from his side. But I would like to say that Madam is always in our minds. She is always in our thoughts. And also we have formed an organization. We have formed a group in Facebook, and the logo of that is Madam. We still ask for her guidance. We still trust her soul to give us guidance during the difficult days of our life, personal as well as professional. The last but the least, I would also like to thank all my friends and their families who have gathered here today and made this occasion complete. Without the enthusiasm of our friends like Janil, Riyaz, Sujit, Suja, Reena, and all of you, this occasion wouldn't have been what it has been today without your help, without your enthusiasm, and without your effort. So I would like to take this opportunity to thank each and every one of you who has been present here on my behalf as well as on behalf of all SNDDL, past and present. Thank you all. The formal session has come to an end. I request all our guests to sit back, hold their breaths to witness the variety entertainment programs of our children. We would also have the dinner at the end of these programs.